അല്പസമയം വിശുദ്ധ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം മാത്രം ക്ഷണിക്കുകയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലും അനേക പ്രശ്നങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നാം അനുഭവിക്കുന്നവരാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആശ്വാസം വളരെ അകലെ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തികൾ, എത്രയോ ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റിലും കാണുവാൻ നമുക്ക് കഴിയും. ഞാനിവിടെ വേദപുസ്തകത്തിൽ നിന്നും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പ്രകാരമാണ് പറയുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ അനേകം പരീക്ഷകൾ നേരിടുന്നവരാണ് മനുഷ്യൻ. എന്നാൽ അത്തരം പരീക്ഷകളെ ദൈവത്തിൽ ആശ്രയിച്ച് ജയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. കാരണം ദൈവം കൃപാലുവാണ്, ദൈവം സ്നേഹവും സമാധാനവുമാണ്. അതറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഭാഗ്യവാനാണ്. ഭാഗ്യം അവരുടേത് തന്നെയാണ്. കാരണം അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും കഷ്ടമുണ്ട്. എന്നാൽ അനേകരും അത് സഹിക്കുവാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ സഹിക്കുവാൻ കഴിയാതെ അനേകരും അവരുടെ ജീവിതം അടുത്തുപേക്ഷിച്ച് കളയുന്നവരുണ്ട്. അനേകരും ഒരു പ്രത്യാശയുമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പരീക്ഷ ജയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കാരണം ഈ ലോകത്ത് നാം കിരീടമായി ധരിച്ചിരിക്കുന്നത് വലിയ കഷ്ടതകളും വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമാണ്. കാരണം നമ്മുടെ കഷ്ടതയിൽ ഒരു വിടുതൽ പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് ലോകം നോക്കി കാണുമ്പോൾ അവർ പറയും, അവർ കഷ്ടത സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ്, ഒരു മനുഷ്യരാണ്, ഒരു കുടുംബമാണ്. എന്നാൽ അവർക്കൊടുവിൽ ലഭിക്കുന്നത് മഹത്തരമായ ജീവകിരീടമാണ്. ആ കിരീടം ദൈവമാണ് അവർക്ക് ദാനമായി നൽകുന്നത്. ആ കിരീടം ലഭിക്കുവാൻ അല്ലെങ്കിൽ ആ കിരീടം അവർക്ക് നൽകുവാൻ വേണ്ടിയാണ് ഈ ലോക ജീവിതത്തിൽ അവർ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നത്. അങ്ങനെ കഷ്ടങ്ങളെ സഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടും ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഈ ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം പറയുന്നത്, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു എന്നാണ്. ബൈബിളിലെ പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ വരുവാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ളതാണ്. വരുവാനിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിയിൽ, ഈ ലോകത്ത് സംഭവിക്കുവാനുള്ളതാണ്. അതാണിപ്പോൾ നമ്മുടെ കൺമുൻപിൽ പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കുവാനുള്ളതുമൊക്കെയും ഈ കാര്യമാണ്. അപ്പോൾ ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുകയും അത് പഠിക്കുകയും അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ
ഇനി നടക്കുവാനുണ്ട്. അത് തീർച്ചയായും നടക്കും. അത് സംഭവിക്കുന്നതിന് സമയം അടുത്തിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ നാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നാണ് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നത്. സങ്കീർത്തനം 112 ഒന്നാമത്തെ വാക്യം പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം യഹോവയെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കുന്നു, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ദൈവത്തെ ഭയപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്നാണ്. ഈ ലോകത്തിൽ അനേക സ്വാന്തനങ്ങളുടെ വാക്കുകളും സമാധാനത്തിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ ഒത്തിരി പ്രോത്സാഹനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനേകർ പറയുന്നു. നാം അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് ഇപ്രകാരമാണ് ബൈബിൾ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭാഗ്യമെന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യത്തെയാണ്. അനുകൂലമായ സാഹചര്യം ദൈവമറിയാതെ ഒരു മനുഷ്യനും ഉണ്ടാകുകയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കുമ്പോഴും നമ്മെ തന്നെ നാം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഓർക്കുന്നു നമുക്കൊരു പ്രത്യാശയുമില്ല. ഇനി എന്നാണൊരു നല്ല വീടുണ്ടാകുന്നത്, എപ്പോഴാണ് കുറച്ച് സാമ്പത്തികമുണ്ടാകുന്നത്, ഒരു നല്ല വാഹനമുണ്ടാകുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നതെന്നൊക്കെ ഓർത്ത് ഒരു പ്രത്യാശയുമില്ലാതെ ജീവിക്കുന്ന നമ്മളെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി മാത്രമാണ് അപ്രകാരം ഒരു ചെറിയ കഷ്ടതകളിൽ കൂടിയൊക്കെയും നമ്മെ നടത്തിക്കൊണ്ട് ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത്, കാത്തിരിക്കുകയാണ് ദൈവം. അതാണ് ദൈവം പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അപ്പോഴാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനും ഭാഗ്യവാനും ആയി നമ്മൾ മാറുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പറയുന്നത്, എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവായി എന്ന്. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ നമ്മൾ ഭാഗ്യമുള്ളവർ തന്നെയാണ് എന്ന് ദൈവമാണ് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ആര് കേട്ട് പ്രമാണിക്കുന്നുവോ അവർ ഭാഗ്യമുള്ളവരാണ്. കാരണം മറ്റനേകരെ ഉപേക്ഷിച്ച് കളയുകയും അത് കഴിവില്ലാതെ ഇട്ടെറിഞ്ഞു പോകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അനേകരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അപ്രകാരമല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ കഴിയാത്ത ഒരു സമയം അടുത്തിരിക്കുകയാണ്. കാരണം ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവങ്ങളെ പറ്റിയൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അത് പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങളൊക്കെയും ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. ആയതിനാൽ സമയം അടുത്തിരിക്കുന്നതിനാൽ നാം ഒരുക്കമുള്ളവരായി കാത്തിരിക്കണം. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരാറായി. ആയതിനാൽ ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എൻ്റെ
ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്നും നാം ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹവും ഇതുവരെയും നമുക്ക് ലഭിക്കാത്ത വലിയ മാനസികമായ സന്തോഷവും സമാധാനവും സ്നേഹവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യമായതിനാൽ ഹൃദയങ്ങളെ ഒരുക്കണമേ. ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുക എന്ന പ്രാർത്ഥനയോടും നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലും എല്ലാവരുടെയും ഹൃദയങ്ങളിലും യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എപ്പോഴും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. നിങ്ങളുടെ കഷ്ടതകളിലൊക്കെയും കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.